നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ്, കാരാവട. ഇതൊരു ട്രിവാൻഡ്രം സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിപ്പോ 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് തുവരപ്പരിപ്പും 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. പച്ചരി 5 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു. തുവരപ്പരിപ്പും ഉഴുന്ന് പരിപ്പും 3 മണിക്കൂർ വീതം കുതിർത്ത് വെച്ചത്. ഈ പച്ചരി ഞാൻ സാധാരണ വീട്ടിൽ ഇഡലിക്ക് അരക്കാൻ ഉപയോഗിക്കുന്നത് പൊന്നി പച്ചരിയാണ്. ആ പച്ചരിയാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ ഇഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി എടുക്കാം, സാധാ പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ കുറച്ച് കട്ടിയായി അരച്ചെടുക്കണം. ഇത് പച്ചരി, ഇതിന്റെ കൂടെ ഉഴുന്ന് പരിപ്പിടാം, തുവരപ്പരിപ്പും കൂടെ ഇടാം. തുവരപ്പരിപ്പിന്ന് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ഞാൻ അരക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അരക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചാൽ മതിയാവും. പിന്നെ അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഇതിന്റെ കൂടെ 2 വറ്റൽമുളകും കൂടെ അരക്കണം. ഞാനിപ്പോൾ 2 വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് വേണ്ടുന്നത്ര എടുക്കാം. ഞാനിത് പാനിലിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മുളക് ഞാൻ 2-3 കഷ്ണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല കട്ടിയായി അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കുറച്ച് സമയം അരച്ചതിന് ശേഷം ഇങ്ങനെയുള്ളത്. ഇതിൽ വെള്ളം കുറച്ച് കുറവാണ്. 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് വീണ്ടും അരച്ചെടുക്കാം. ഇതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ പാകത്തിന് കട്ടിക്ക് അരച്ചെടുക്കാം. ഞാനിപ്പം ആകെ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. നല്ല നൈസായിട്ട് അരയണ്ട, കുറച്ച് തരിതരിയായാലും കുഴപ്പമില്ല. തരിതരി ഉണ്ടാവും, നല്ലതാണ്. അരച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കാതെ മാറ്റി വെച്ച പരിപ്പ് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് ഇത് ഒരു സവാള വളരെ ചെറുതായി മുറിച്ചത്, കുറച്ച് കറിവേപ്പില മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഒരു പച്ചമുളക് മുറിച്ചത്, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി കായപ്പൊടി ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നുള്ള് സോഡപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ നല്ലത്. ഇതിപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ കട്ടി ഇത്രക്കാണ്. ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ ഇടാൻ പറ്റണം. ഈ പാകത്തിന് കട്ടിക്ക് ആക്കിയെടുക്കാം. ഇതിന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ റെഡിയാക്കി വെച്ച മാവിൽ നിന്നും ഒരു കൈ കൊണ്ട് കുറച്ചെടുത്ത് ഈ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന്റെ മേളിൽ ഇങ്ങനെ കുറച്ച് എണ്ണ കോരി ഒഴിക്കാം. അല്ലെങ്കിൽ ഇത് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് എണ്ണ ഒഴിക്കാം. ഞാനിപ്പം എണ്ണ അതിന്റെ പകുതി ലെവലിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിടാം. ഇത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ തീ ഏറ്റവും കുറച്ച് വെക്കണം, എന്നാലേ ഉള്ളു പോകൂ. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇനി ഏകദേശം ഒരു പക്കാവടേന്റെ എല്ലാം പോലെ തന്നെ. ഇപ്പം എല്ലാം ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കാരാവട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരാവട റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.